ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. റിബൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മുടെ JV പ്രകാശ് നായകനായിട്ട് വരുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ മമിത ബൈജു ഒക്കെ അതിൽ ഒരു പ്രധാന കഥാപാത്രം അഭിനയിക്കേണ്ട നായിക തന്നെയാണെന്ന് എനിക്കറിയില്ല. ഒരു വൺ ഓഫ് ദി നായികയാണെന്ന് തോന്നുന്നു. അയാളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും അതൊരു സോങ് വന്നിട്ടുണ്ട്, ഒരു തമിഴ് സോങ്, അതിലെ ഒരു മലയാളം സോങ്. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അയച്ചത്. പീക്കട്രോളിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് ഫിഷി. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ തമിഴില് വെള്ളം പോലെ പ്രേമം വന്നു. പിന്നെന്താണ് പഞ്ചസാര നാണം വന്നല്ലോ. വാവ്, ഇതെന്തോന്ന് മലയാളം വരികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, തമിഴ്നാട് ബോയ്സിന് ഇഷ്ടപ്പെട്ടത് ആരെയാണ്? മല്ലു ഗേൾസ്. ഇത് ഇവരെ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എനിക്കറിയില്ല എന്റെ വാസ്തവം എന്തൊക്കെയാന്ന്. നമുക്ക് കുറച്ച് വീഡിയോസിലേക്ക് പോകാം. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. പാട് മഹാരാജ പാട്. കണ്ണിക്കുത്തിന് വെറൈറ്റിയാണ്. ചന്ദനത്തിൽ പൊട്ടുകൊണ്ട് വെച്ചു വരട്ടെ, ഞാൻ കൊണ്ടുടുത്ത് മടക്കി കുത്തി പൊളിച്ചു വരട്ടെ. ഒന്നാം ക്ലാസ് സുന്ദരനായി മിടുക്കൻ ഇവിടെ വന്നല്ലോ. ഓണത്ത് സദ്യ പോലെ ചിനിക്ക് പൊണ്ണ കണ്ടല്ലോ. ആഞ്ജനേയ സ്വാമി കൂട്ടുകാരെ എല്ലാരും ഒന്നാക ചേർന്നല്ലോ. പഞ്ചസാര നാണം വന്നല്ലോ. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട് പാട്. അയ്യടാ വെള്ളം പോലെ പ്രേമം വന്നല്ലോ. എന്തോന്ന്? അയ്യടാ വെള്ളം പോലെ പ്രേമം വന്നല്ലോ. ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താളേപ്പാ? ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. മലയാളത്തിലൊരു ഉപമയുണ്ട്, കൊല്ലക്കുടിയിൽ സൂചി വ്യാപാരം നടത്തരുതെന്ന്. ബോംബെയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മലയാളമൊക്കെ ഇംഗ്ലീഷിലാണ് പഠിച്ചതേ. കൂട്ടുകാരെ എല്ലാരും ഒന്നാക ചേർന്നല്ലോ. പഞ്ചസാര നാണം വന്നല്ലോ. തമിഴ് പാട്ടും പാടി അവിടെ ജീവിച്ചാ പോരെ, എന്തിനു ഇവിടെ വന്ന് സമാധാനം കെടുത്തുന്ന? എന്റെ നിർത്തി അങ്ങ് അവമാനിക്കുവാണ്. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടും. അവിടെ എല്ലാം ഓക്കെയാണ്. ഇതിൽ ഈ പഞ്ചസാര നാണം വന്നല്ലോ എന്നുള്ളത്, പഞ്ചസാര നാണം എന്താണ് ഉദ്ദേശിച്ചത്? പേന എഴുതിയിട്ടങ്ങോട്ട് അതാണോ? അതെന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ വെള്ളം പോലെ പ്രേമം വന്നല്ലോ. അത് കുത്തി ഒഴുകാണെന്നാണ് ചിലപ്പോ കവി ഉദ്ദേശിച്ചത്. പക്ഷെ എവിടെയാണ് ഒഴുക്കെന്ന് അറിയാത്തത്. എന്തായാലും കൊള്ളാടേ. ഇടയ്ക്ക് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരണം. ഇടയ്ക്ക് ഇങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള, ഞാൻ ആലോചിക്കുന്നത് ഇത് ഒറിജിനൽ സോങ് ആണോ, അതോ ഫേക്ക് ആയിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ, അതല്ലെങ്കിൽ മലയാളം ഡബ്ബാണോ? ഇത് ഒരു മലയാളിയെ സ്നേഹിക്കുന്ന കാമുകൻ അപ്പോൾ പാടിയ പാട്ടായിരിക്കും. അപ്പം എന്തായാലും ഒരു പാട്ട് എഴുതാണ്. ഇതിലിപ്പോ കുറച്ച് തമിഴ് കൂട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ കൊഞ്ചം അല്ലെങ്കിൽ അങ്കപാത്തേൻ എന്നൊക്കെ ഉള്ള അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മലയാളത്തിന്റെ ഇടയിൽ കുത്തിക്കയറ്റിയാലും ഓക്കെ, ഒരു തമിഴ് ആള് പാടുന്ന പാട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി മലയാളത്തേക്ക് ആക്കുകയും വേണം. എന്നൊരു മാതിരി പഞ്ചസാര പ്രേമം വന്നതും വെള്ളം പോലെ പ്രേമം വന്നതൊക്കെ, പഞ്ചസാര നാണോ വെള്ളം പോലെ പ്രേമോ, ഇതൊക്കെ മലയാളികൾ പോലും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും മെനക്കെട്ട് ചെയ്യണം. എന്നൊരു മലയാളം അറിയുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം മമിത ബൈജുനെ പറഞ്ഞു കൊടുത്താണോ എന്നും അറിയില്ല. എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ വഴിയെ വരുന്നതായിരിക്കും. പീക്കെ ട്രോൾസ് പിന്നെ അടിപൊളി ഒരു ട്രോൾ ചാനലാണ്. ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും പീക്കെ ട്രോൾസിന്റെ ആണ്. അതുപോലെ കണ്ടിട്ടുള്ള പല സംഭവങ്ങളാണെങ്കിലും നല്ല കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും ഓരോ സംഭവം. ഇപ്പൊ ജഗതി ചേട്ടന്റെ ഫസ്റ്റ് ഡയലോഗ് കൊടുത്തൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും സിനിമയും കൂടി ഇതേപോലെ ആണെങ്കിൽ ഹൈവ സഭാഷായി അങ്ങോട്ട് പറയാം. കേമായിരിക്കണോ അങ്ങനെ പറയേണ്ടി വരും. എന്തായാലും കൊള്ളാം. നല്ല നല്ല സിനിമയാകട്ടെ. നല്ലത് മാത്രം സംഭവിക്കട്ടെ. നല്ലത് മാത്രം ആഗ്രഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റ.